ഹായ് ഓൾ, ബൈബിൾ ബൈറ്റ്സുമായി ചിന്നുവാണ് കൂടെ. എന്താണെങ്കിലും നമ്മളൊരു ലോങ് ജേണി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ശീലവും നമ്മുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ അത് ഈ ഒരു യാത്രയെ അർത്ഥപൂർണമാക്കുമെന്ന്. നമുക്കറിയാം, ഓരോ സൃഷ്ടിപ്പിന് ശേഷവും ദൈവം അവയെല്ലാം നല്ലത് എന്ന് കണ്ടു. ദൈവം നല്ലതെന്ന് കണ്ട ആ ഓരോ സൃഷ്ടിയെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതെ, നമ്മുടെ ഈ ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന ആ ആകാശം, അതില്ലായിരുന്നെങ്കിൽ സൂര്യൻ്റെ പ്രകാശരശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ച് നമ്മളുടെയൊക്കെയും ജീവിതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിച്ച് പൊതിഞ്ഞു നിൽക്കുന്ന ആ ആകാശത്തെ നമുക്കൊരു നിമിഷം നന്ദിയോടെ ഓർക്കാം. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മേഘങ്ങൾ, നമുക്കറിയാം, മേഘങ്ങളില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ വെള്ളമില്ല, വെള്ളമില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യനില്ല, അത് തന്നെ. അപ്പോൾ ആ മേഘങ്ങളെ നമുക്കൊരു നിമിഷം നന്ദിയോടെ ഓർക്കാം. അതേപോലെ സമയവും ക്രമവും ഒക്കെ നമുക്ക് നൽകി തരുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവരുടെ രാത്രിയും പകലും ഒക്കെയാണ്. നക്ഷത്രങ്ങളില്ലാത്ത ആകാശം കണ്ടാൽ ഡെക്കറേഷൻ ഇല്ലാത്ത ഒരു ഓഡിറ്റോറിയം പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. നമുക്ക് കണ്ണിന് കുളിർമയും നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്കും എല്ലാത്തിനും പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നവരാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ. അപ്പോൾ ഇവയെ നമുക്കൊരു നിമിഷം നന്ദിയോടെ ഓർക്കാം. പച്ചപ്പും ഹരിതാപവും ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത് അല്ലേ? അപ്പോൾ ഈ ചെറിയ മണ്ണിൽ മുളയ്ക്കുന്ന പുൽനാമ്പ് മുതൽ വലിയ വൃക്ഷലതാദികൾ വരെ നമ്മൾ അവരോടൊക്കെയും കടപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രകൃതിയിലുള്ളതൊന്നും ഗ്രാൻഡഡായിട്ട് എടുക്കാതെ അതിനോടൊക്കെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം, നമുക്ക് ശീലിക്കാം. അപ്പോൾ ഈ പ്രകൃതിയോടും ആ മരത്തിനോടും ചെറിയ പുൽനാമ്പിനോടും നമുക്ക് നമ്മുടെ നന്ദി അറിയിക്കാം. ഓരോ മരങ്ങളും ചിലപ്പോൾ നമ്മളില്ലെങ്കിൽ അവയൊക്കെയും ജീവിച്ചു പോകും. പക്ഷേ ഇവയൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളുടെയും ജീവിതം വളരെ ദുഷ്കരമായേനെ. ആകാശത്ത് പാറി പറക്കുന്ന പറവകൾ, അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ, നമുക്കറിയാം, ഒരു ചെറിയ പ്രാണിയാണ് തേനീച്ചകൾ. അവയില്ലെങ്കിൽ ഒരു 4 കൊല്ലത്തിനുള്ളിൽ തന്നെ ഭൂമി ഇല്ലാണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ചെറിയ പ്രാണിയോട് മുതൽ വലിയ വലിയ മൃഗങ്ങളോട് വരെ നാം കടപ്പെട്ടിരിക്കുകയാണ്. അവയൊക്കെയുമാണ് നമ്മളുടെ കൃത്യമായ സന്തുലിതാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവയോടൊക്കെയും നമുക്ക് നന്ദി അറിയിക്കാം. ഇനിയുള്ള യാത്രയിലും നമുക്ക് എന്തിനോടൊക്കെ നന്ദി പറയാനുണ്ട് എന്ന് കണ്ടെത്തി അതൊരു ശീലമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു അർത്ഥം തന്നെ മാറുന്നതായിരിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം തന്നെ മാറുന്നതായിരിക്കും. അങ്ങനെ മറ്റുള്ളവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശീലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനിയും കാണും വരെ ദൈവം എല്ലാവരും കാത്തുവരുവായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.